മധ്യപൂർവേഷ്യയിലെ എല്ലാ സംഘർഷങ്ങൾക്കും കാരണക്കാരൻ എന്ന രീതിയിൽ ഇസ്രായേൽ പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുള്ള ഇറാനിൽ അതീവ നിർണായകമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ നടക്കുകയാണ്. അവിടെ നിന്നും ലഭിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി അതിഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകൻ മോജ്തബ ഖമേനിയെ തെരഞ്ഞെടുത്തതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം ട്രംപ് രണ്ടാം വട്ടവും അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നിരവധി സംഭവ വികാസങ്ങൾ, നിരവധി നിർണായകമായിട്ടുള്ള ചർച്ചകൾ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മധ്യപൂർവേഷ്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ഒപ്പം തന്നെ ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണമാറ്റം, ആയത്തുള്ള ഖമേനിയുടെ ഒരു അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ സാഹചര്യം, ഇത് നിലവിലെ മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങളെ എത്രത്തോളം ബാധിക്കും? ഇത്തരം വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ റോബിൻ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ മധ്യപൂർവേഷ്യയിലെ ഒട്ടുമിക്ക സംഘർഷങ്ങൾക്കും പിന്നിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു ചരട് വലിക്കുന്നത് ഇറാനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾക്ക് കാരണക്കാരായിട്ടുള്ള ഹമാസിനെയും ഈ പറയുന്ന ഹിസ്ബുള്ളയും ഒപ്പം അതുപോലെയുള്ള പല തീവ്രവാദ സംഘടനകൾക്കും ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എന്ന രീതിയിൽ സാമ്പത്തിക സഹായം, ആയുധ സഹായം, പരിശീലനം ഒക്കെ കൊടുക്കുന്നത് ഇറാനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഇറാൻ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ലോകത്തിന് ഒരു പാഠപുസ്തകം തന്നെയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ഒരു മത തീവ്രവാദം അല്ലെങ്കിൽ തീവ്ര മത ആശയം ഒരു തലയ്ക്ക് പിടിച്ച ഒരു ഭരണകൂടം ഒരു രാജ്യത്തിന്റെ ഒരു ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ആ രാജ്യത്തിലെ ജനങ്ങളെയും ഒപ്പം തന്നെ ആ രാജ്യം സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്രദേശത്തെയും എത്രത്തോളം ഗുരുതരമായിട്ടാണ്, ആ പ്രദേശത്തിന്റെ സമാധാനത്തെ എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്ത് ആ ഒരു ഭരണകൂടം ചെലുത്തും എന്നതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന രീതിയിൽ നമുക്ക് ഇറാനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ. 1979 ഇസ്ലാമിക് റവല്യൂഷൻ, നമുക്കറിയാം ഇറാനെ നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ഇറയായിട്ട് വേണമെങ്കിൽ തിരിക്കാം. ബിഫോർ ഇസ്ലാമിക് റവല്യൂഷൻ, ആഫ്റ്റർ ഇസ്ലാമിക് റവല്യൂഷൻ. ഒരുപക്ഷെ നമുക്ക് തമാശയായിട്ട് വേണമെങ്കിൽ പറയാം, ഈ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇറാന്റെ ഒരു സാമൂഹ്യ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഒരു 6-ാം നൂറ്റാണ്ടിലേക്കോ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിലേക്കോ തിരിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തിയുമില്ല. നമുക്ക് ഇന്നത്തെ ഒരു ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ഈ ആയത്തുള്ള ഖമേനിയാണ്. ഈ ആയത്തുള്ള ഖമേനി കോമയിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇറാൻ അതിനെ നിഷേധിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ഒരു ടോക്കിംഗ് പോയിന്റ് ഈ ആയത്തുള്ള ഖമേനി, ആ പറയുന്ന ഒരു വ്യക്തി, നമുക്കറിയാം ആ വ്യക്തി ഇറാന്റെ സുപ്രീം ലീഡറാണ്. ഇറാനിൽ ഈ പ്രസിഡന്റും ഉണ്ട്, മറ്റ് ഭരണ കൈകാര്യം ചെയ്യുന്ന മറ്റ് പല വ്യക്തികളും ഉണ്ട്. പക്ഷേ ഈ ആയത്തുള്ള ഖമേനി അല്ലെങ്കിൽ ഈ ഇറാന്റെ സുപ്രീം ലീഡർ, അത് ആ ഒരു പൊസിഷനിൽ വരുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ, എക്സ് ഓർ വൈ, ആ വ്യക്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ ഭരണത്തെ നിയന്ത്രിക്കുന്നത്. അതായത് ജുഡീഷ്യൽ ആയിക്കോട്ടെ, ലെജിസ്ലേറ്റീവ് ആയിക്കോട്ടെ, എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഈ പറയുന്ന വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പോസ്റ്റിൽ ആരാണോ വരുന്നത് ആ ഒരു വ്യക്തിക്ക് ഇറാന്റെ ഭാവിയെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയിൽ നിർണായകമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം റോബിൻ, ഈ ആയത്തുള്ള ഖമേനിക്ക് ശേഷം ഈ പറയുന്ന മോജ്തബ ഖമേനി, അതായത് വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഈ ആയത്തുള്ള ഖമേനിയെക്കാളും ഒരുപക്ഷെ ഒരു പടി കൂടി കടന്ന് തീവ്ര സ്വഭാവമുള്ളതാണ് ഈ മോജ്തബ ഖമേനി എന്ന് പറയപ്പെടുന്ന ഈ ആയത്തുള്ള ഖമേനിയുടെ രണ്ടാമത്തെ മകൻ. അപ്പോൾ ഇറാന്റെ ആ ഒരു സുപ്രീം ലീഡർഷിപ്പ്, അവിടേക്ക് കടന്നു വരുന്ന വ്യക്തിയാണോ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവരെ നയിക്കുന്ന ഒരു മത തീവ്രവാദ ചിന്താഗതിയാണോ യഥാർത്ഥത്തിൽ ഇറാന്റെ ഒരു പ്രശ്നം? ഇറാനെ സംബന്ധിച്ച് ഇറാനെ ഇപ്പോൾ നയിക്കുന്നത് വ്യക്തികൾക്കും അപ്പുറത്ത് 1979 കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷന്റെ കുറെ തത്വശാസ്ത്രങ്ങളുണ്ട്. ആ തത്വശാസ്ത്രങ്ങൾക്ക് അധിഷ്ഠിതമാണ് ഇറാൻ എല്ലാ രീതിയിലും മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാനിൽ ഇപ്പോൾ ആര് വന്നാലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റങ്ങൾ സംഭവിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആ രീതിയിലാണ് അവരതിനെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇനി നമുക്ക് മറ്റൊരു രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇബ്രാഹിം റൈസി മുൻ പ്രസിഡന്റ് അധികാരത്തിലേക്ക് വന്നത് മറ്റുള്ളവരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് വഴി ഒരുക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹത്തെ. എന്ന് വെച്ചാൽ അദ്ദേഹം അതുപോലെ ഇസ്ലാമിക് റവല്യൂഷണറി അവരെന്ത് ആണോ ചിന്തിച്ചിരുന്നത് അതിനെ
ഏറ്റവും അങ്ങേയറ്റം നിന്ന് അതിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ അവർ നേരിട്ട് ബാക്കി എല്ലാവരും ഒഴിവാക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നോക്കുക, അത് കഴിഞ്ഞിട്ട് ഈ അവിടെ ജനങ്ങളുടെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന സാഹചര്യമാണ്, പല പ്രശ്നങ്ങളും മുന്നേറ്റം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം അവർ അതേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ആള് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരാളെ ഇറക്കും. എന്ന് വെച്ചാൽ അവർ ആ സാഹചര്യത്തിനനുസരിച്ച് അയാൾക്ക് ഹാർഡ് ലൈനർ ആയിട്ടുള്ള ഒരാൾ മത്സരിച്ചായിരുന്നു. അപ്പോൾ ഈ ഇബ്രാഹിം റൈസിയെ കൊണ്ടുവന്ന പോലെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചില്ല, മറിച്ച് ഈ മോഡറേറ്റ് ആയിട്ടുള്ള ആളെ അവർ കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ ആ സാമൂഹിക അന്തരീക്ഷം ഒന്ന് തണുപ്പിച്ചെടുക്കാനുള്ള രീതിയിൽ കൊണ്ടുവന്നു. പക്ഷെ അപ്പോഴും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അങ്ങനെ കൊണ്ടുവരുമ്പോൾ പോലും ഈ സുപ്രീം ലീഡർ, മത ലീഡറാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നത്. കാരണം ഈ പെസഷ്കിയാൻ എന്ന് പറയുന്ന മോഡറേറ്റ് ആയിട്ടുള്ള അദ്ദേഹം വന്നിട്ടും ഇറാന്റെ നയങ്ങളിൽ ഇന്ന് വരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം. ഇനി മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇനി ഇറാനിൽ ഏത് ഭരണകൂടം വന്നാലും ഈ ഹമാസ് എന്ന തീവ്രവാദ സംഘടന, ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന, അതുപോലെ സിറിയയിൽ ഒരുപാട് തീവ്രവാദി സംഘടനകൾ, ഇറാഖിൽ ഒരുപാട് തീവ്രവാദി സംഘടനകൾ, ഈ സംഘടനകളുമായിട്ടുള്ള ബന്ധം ഇവർക്ക് ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും അത് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇസ്രായേലിനും അപ്പുറത്ത് ഇറാൻ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അമേരിക്കയെ തന്നെയാണ്. അവരുടെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നാണ് അമേരിക്കയെ മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്താക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ പ്രശ്നങ്ങൾ വെച്ച് ഇറാന്റെ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് പിടുത്തം കിട്ടാത്തതിന്റെ കാര്യം ഇവർ അമേരിക്കക്കെതിരെയാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ സംഘടനകളെ ഇവിടെ നിന്ന് ഒഴിവാക്കാനോ ഇവർക്കുള്ള സഹായം അമേരിക്ക ഇവിടെ ഉള്ളിടത്തോളം കാലം ഇല്ലാതാക്കാനോ ഇറാന് കഴിയുകയില്ല, ഇറാൻ അത് ചെയ്യുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ട്രംപ് വരുമ്പോൾ എന്ത് കൊണ്ടുവരും എന്നുള്ളതാണ് പിന്നീടുള്ള ചോദ്യം. അവിടെയാണ് നമുക്ക് ഇസ്രായേലിന്റെ ഒരു കാര്യം കൂടി എടുക്കേണ്ടി വരും. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി ഇറാന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ തീവ്രവാദ സംഘടനകളായിട്ടുള്ള ബന്ധം ഒഴിവാക്കാൻ കഴിയില്ല. മറിച്ച് അവിടുത്തെ ഇപ്പുറത്തുനിന്ന് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ ഏറ്റവും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഹമാസിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കും. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സർവൈവലിന് ഏറ്റവും അത്യാവശ്യമാണ് ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുക, അതുപോലെ ഈ സിറിയയും ഇറാഖിലും അടക്കമുള്ള തീവ്രവാദ സംഘടനകളെ ഇല്ലാതാക്കുക. ഒരേപോലെ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്, അതുപോലെ തന്നെ അമേരിക്കയുടെയും ആവശ്യമാണ്. അത് സംഭവിക്കുമോ എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. അതിനെ മാറ്റി നിർത്തും. ഈ ഹിസ്ബുള്ളയായിട്ട് ഒരു സന്ധി ചെയ്തുകൊണ്ട്, ഹമാസുമായി ഒരു സന്ധി ചെയ്തുകൊണ്ട്, ഈ തീവ്രവാദ സംഘടനകളെല്ലാം ഇവിടെ നിർത്തിക്കൊണ്ട്, ഇറാൻ ഇവരെ സഹായിക്കുന്ന ഒരു സാഹചര്യം നിർത്തിക്കൊണ്ട് ഇസ്രായേൽ ഒരു വെടിനിർത്തലിലേക്കോ അതുപോലെ ഒരു സമാധാനത്തിലേക്കോ എത്തിച്ചേരുമോ എന്നാണ് അടുത്ത ചോദ്യം. അതും സാധ്യമല്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ട്രംപ് അവിടെ നിൽക്കും എന്നുള്ളതാണ്. ട്രംപ് തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ കൂടെ നിൽക്കും. അത് മാത്രമല്ല, ഇവിടെയുള്ള തീവ്രവാദ സംഘടനകളെല്ലാം അമേരിക്കയ്ക്കും എതിരായതുകൊണ്ട് തീർച്ചയായും ഇസ്രായേലിന്റെ കൂടെ തന്നെ ട്രംപ് നിൽക്കും. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ ഇത്രയും എസ്കലേഷൻ എല്ലാം ഉണ്ടായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാൻ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള സാഹചര്യത്തിൽ നിന്ന് മാറുമോ എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അതിന് നമ്മൾ മറ്റൊരു ഉദാഹരണം കൂടി എടുക്കണം. എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം റഷ്യ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പ്രദേശത്തേക്ക് മിസൈല്, അമേരിക്ക കൊടുക്കുന്ന മിസൈല് ഉക്രൈന് ഞങ്ങളുടെ മണ്ണിലേക്ക് പ്രയോഗിക്കാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിതീവ്രമായി പ്രതികരിക്കും, ഞങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളെ ആക്രമിക്കും, നാറ്റോ ഞങ്ങളെ ആക്രമിച്ചിട്ടായിട്ട് കണക്കാക്കി ഞങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞു. കറക്റ്റ് ഇതേ സംഗതിയാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. ഇപ്പോൾ അവിടെ അമേരിക്ക പറഞ്ഞു റഷ്യയുടെ മണ്ണിൽ കൊറിയയിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്, 11,000 ആളുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രശ്നം എസ്കലേറ്റ് ചെയ്തുകൊണ്ടെന്ന് ഇന്ന് നമ്മൾ വാർത്തയിലൂടെ കേൾക്കുന്നത് അവിടേക്ക് റഷ്യയിലേക്ക് മിസൈൽ അയക്കാൻ ഉക്രൈന് അനുമതി കൊടുത്തു എന്നുള്ളതാണ്. ഇത് നേരത്തെ തന്നെ അവർക്ക് അനുമതി കൊടുത്തു, ഇപ്പോഴാണ് ഇത് പുറത്തു വന്നത്. പക്ഷേ ഇതിന് കൗണ്ടറായിട്ട് റഷ്യ എന്താണ് ചെയ്തത്? റഷ്യ ഹൂത്തികളെ ഉപയോഗിച്ച് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ആക്രമിച്ചു. 2 ഡിസ്ട്രോയറുകളും ഒരു വിമാനവാഹിനി കപ്പലും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് വരുന്നത്. ചർച്ചകൾ എത്ര നടത്തിയാലും എങ്ങനെ ഇപ്പോൾ ഇറാനും റഷ്യയുമായിട്ടുള്ള ആ ബന്ധത്തും ഇപ്പം ആക്രമണം ഈ രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലായിടത്തേക്കും ആക്രമണം വ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു.
അതുപോലെ തന്നെ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇനി, കാരണം അവര് ഹൂത്തികളുമായിട്ട് ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടു, ഇറാനുമായിട്ട് അവരൊരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ അവരും ഇവിടെ ഇറാനുമായിട്ട് അമേരിക്ക കൂടുതലായിട്ട് അതും അല്ലെങ്കിൽ ഇസ്രായേൽ കൂടുതലായിട്ട് ഒരു ആക്രമണത്തിലേക്ക് പോയിട്ട് ഇവിടെ ഒരു സ്റ്റെബിലൈസേഷൻ നടക്കുന്നതിന് അവരും താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വന്നു കഴിയുമ്പോൾ ഇതിനും അപ്പുറത്ത് എന്ത് കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് പലപ്പോഴും നമുക്ക് ഇതിനപ്പുറത്ത് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെ പുതിയ കാര്യങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ് ഈ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട്. അപ്പോൾ ആരും ഒരു വലിയ പ്രതീക്ഷയുടെ ഒരു കാര്യങ്ങൾ പറയുന്നില്ല. അത് മാത്രമല്ല, ഇസ്രായേലും ഇപ്പൊ എബ്രഹാം അക്കോർഡ് ഇനിയും തുടരണമെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ പറയുന്നത് ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, പലസ്തീനികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കിയ ശേഷം മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിൽ ഇനി മിഡിൽ ഈസ്റ്റിൽ ഇതിനും അപ്പുറത്ത് ഒരു സമാധാനം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് ഒരുപക്ഷെ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കണം. അതിന് ട്രംപിന് കഴിയുമോ എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിലാണ് ഇറാൻ്റെ കാര്യം. ഇപ്പം ഇറാനിലെ നമ്മൾ ഈ ആയത്തുള്ള ഖമേനിയുടെ ആളുകളെ തെരഞ്ഞെടുത്ത് പറഞ്ഞു, 3 പേരെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവർ പറയുന്നത് ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് എന്ന് വെച്ചാൽ ഇസ്രായേൽ നേരത്തെ ചെയ്ത പോലെ ഈ ഇദ്ദേഹത്തെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇറാനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും അവർ 3 പേരെ തെരഞ്ഞെടുത്തിട്ടും പേരുകൾ എടുത്തിട്ടും അവരെയും ഇപ്പോൾ കൃത്യമായി ആരുടെയും പേര് പുറത്തു വിടാതിരിക്കുന്നതിന്റെ ഒരു കാരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇറാൻ എത്രത്തോളം ഇനി ഒരു സമാധാനത്തിലേക്ക് എത്തിച്ചേരുമെന്നും അമേരിക്കയ്ക്ക് എത്രത്തോളം ഒരു സമാധാനം ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുമെന്നുള്ളതാണ്. ഓക്കെ, റോബിൻ, ഈ പറയുന്ന ഇറാനിലെ ഒരു മത തീവ്ര ഭരണകൂടം, ഈ അയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിലുള്ള മത തീവ്ര ഭരണകൂടം ആ ഒരു പ്രദേശത്ത് സൃഷ്ടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി അവിടുത്തെ സമാധാനത്തെ എത്രത്തോളം ഗുരുതരമായി ബാധിക്കുന്ന കാര്യം റോബിൻ പറഞ്ഞു. പക്ഷെ പലപ്പോഴും ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളും മറച്ചു വെക്കുന്ന ചില ഭീകര യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ, അല്ലെ? നമ്മൾ ഈ അയത്തുള്ള ഖമേനിയുടെ ഭരണകൂടമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ, അതായത് എതിർസ്വരങ്ങളെ ഇല്ലാതാക്കുക, അത് ക്രൂരമായിട്ടുള്ള പീഡന മുറകളിലൂടെ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടും അതിനെതിരെ നിശബ്ദത പാലിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയല്ലേ? ഈ 1979 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അത് അധികാരത്തിൽ വന്നതിന് ശേഷം ഇറാനിൽ ഈ പറഞ്ഞ പോലെ വളരെ വ്യക്തമായ ഒരു ചേഞ്ച്, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഇറാന്റെ മണ്ണിൽ ഇറാന്റെ ജനത അടിച്ചമർത്തപ്പെടുന്ന ഒരു അവസ്ഥ, അതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇറാന്റെ പോളിസികൾ, ഇറാൻ പറയുന്ന കാര്യങ്ങൾ, പ്രധാനമായും ഈ അയത്തുള്ള ഖമേനി ആ പൊസിഷനിലുള്ള ആ സുപ്രീം ലീഡർ പറയുന്ന കാര്യങ്ങൾക്ക് ആരെങ്കിലും ഒരു ചെറുവിരലെങ്കിലും അതിനെ എതിർത്ത് അനക്കിയാല് അവർക്ക് ക്രൂരമായ പരിണിത ഫലങ്ങൾ നേരിടേണ്ട അവസ്ഥ, അവരുടെ സ്വരം അടിച്ചമർത്തപ്പെടുന്ന ഒരവസ്ഥ. അതായത് എതിർത്ത് ചിന്തിക്കാനോ ശബ്ദിക്കാനോ ആർക്കും അവസരം ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. അവരങ്ങനെ പേടിപ്പിച്ച് ആ ഒരു അവസ്ഥയിലാക്കി എടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഭരണകൂടമാണ് ഇപ്പോൾ നിലവിൽ ഇറാനിലുള്ളത്. ഇറാനിലെ ജനതയാണ് ഇതിന്റെ ഏറ്റവും ദയനീയമായ ഒരു പാർശ്വഫലങ്ങളിലൂടെ കടന്നു പോകുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് തുടങ്ങി വെച്ച ആ ഒരു ഇസ്രായേലിന് നേരെ അതിക്രമിച്ചു കയറിയ ആ ഒരു സംഭവം, അതിനുശേഷം ഒക്ടോബർ 8 ഹിസ്ബുള്ള ആക്രമണം തുടങ്ങി. ഗാസയിൽ ഹമാസ്, ലെബനനില് ഹിസ്ബുള്ള, യമനില് ഹൂതികളും, ഇറാഖിലും സിറിയയിലും IS മിലിഷ്യകള്, ഇങ്ങനെ എല്ലായിടത്തും സപ്തമുഖ യുദ്ധത്തിൽ ഇസ്രായേൽ പെട്ടിരിക്കുമ്പം ഈ മധ്യപൂർവേഷ്യനെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഈ ഒരു അരക്ഷിതാവസ്ഥ, ഈ യുദ്ധഭീതി, ഭീകരാക്രമണത്തിന്റെ ഈ ഒരു അരക്ഷിതാവസ്ഥയ്ക്ക് മെയിൻ കാരണം ഇറാന്റെ ആ സുപ്രീം അതോറിറ്റി തന്നെയാണ്. ഇറാന്റെ ഫണ്ടിങ്ങിലാണ് ഈ തീവ്രവാദ പ്രോക്സി ഗ്രൂപ്പുകളെല്ലാം പ്രവർത്തിക്കുന്നത് ഇറാന്റെ ഒരു സപ്പോർട്ടിലാണ്. ഇറാന്റെ ഫണ്ടിങ്, ഇറാന്റെ ട്രെയിനിങ്, അതുപോലെ ആയുധങ്ങൾ കൊടുക്കുന്നു. ഇതെല്ലാം ഇറാനി ജനതയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ഡെവലപ്മെന്റിന് ഉപയോഗിക്കേണ്ട റിസോഴ്സുകളാണ് ഈ ടെററിസത്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ എഡ്യൂക്കേഷൻ വല്ലാതെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു, അവരുടെ മതസ്വാതന്ത്ര്യം വല്ലാതെ ഹനിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ വാട്ടർ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ വല്ലാത്ത പ്രതിസന്ധി നേരിടുന്നു, വേസ്റ്റ് മാനേജ്മെന്റിന്റെ മേഖലകളിൽ ഒരുപാട് പ്രതിസന്ധികൾ. ഇങ്ങനെ ഇറാൻ ജനത വളരെ ഡെവലപ്മെന്റ് ഒട്ടും ഇല്ലാതെ ഒരു പഴയകാല സ്ഥിതിവിശേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഇറാന്റെ ഒരു ടെററിസം മുന്നിൽ കണ്ടുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഇറാൻ ജനതയുടെ ഡെവലപ്മെന്റ് പാടെ തകർത്തിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതിലെടുത്തു പറയേണ്ടതാണ് മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന അവസ്ഥ. പ്രത്യേകിച്ച് ക്രൈസ്തവരൊക്കെ ഒരു 2ാം തര പൗരന്മാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്.
പല ക്രൈസ്തവരും വളരെ രഹസ്യമായിട്ടാണ് അവരുടെ വിശ്വാസം അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ രഹസ്യമായ സമ്മേളനങ്ങളിലാണ്. എങ്ങനെയെങ്കിലും പിടിക്കപ്പെട്ടാൽ അവർക്ക് തടവ് ശിക്ഷ ഉറപ്പാണ്. അതുപോലെ കൺവേർഷൻ, ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും കൺവേർട്ടഡ് ആയ ഡെത്ത് പെനാൽറ്റിയാണ് അവർക്കുള്ളത്. കാര്യമായ വിചാരണ പോലും ഇല്ലാത്ത ശിക്ഷാവിധികളാണ് ഇവർക്ക് നൽകപ്പെടുന്നത്. അതുപോലെ സ്ത്രീകൾ നേരിടുന്ന വളരെ ഫ്രീഡം റെസ്ട്രിക്ഷൻസും ഹിജാബ് നിയമത്തിലൂടെ സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യ നിഷേധങ്ങൾ, ഇതിനെതിരെ പ്രതികരിച്ചതിനാണ് 2016 മഹ്സ അമിനി എന്ന പെൺകുട്ടി, 22 വയസ്സ് മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ആ പെൺകുട്ടി ഹിജാബ് നിയമത്തിനെതിരെ, അല്ലെങ്കിൽ പരസ്യമായിട്ട് ഹിജാബ് ധരിക്കാതെ അവള് തന്റെ പരമ്പരാഗതമായ, അവളൊരു കുർദിഷ് പെൺകുട്ടിയാണ്, കുർദിഷ് വേഷത്തിൽ അവള് പരസ്യമായി അപ്പിയർ ചെയ്തു എന്ന പേരിലാണ് അവളെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. 2022 സെപ്റ്റംബർ 13 അവളുടെ സഹോദരനോടൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ് ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ സഹോദരന് ഈ ഇറാൻ ഭരണകൂടം, അല്ലെങ്കിൽ ദ സോ കോൾഡ് മൊറാലിറ്റി പോലീസ്, ഇറാനിലെ മൊറാലിറ്റി പോലീസ് ഈ കുട്ടീനെ പിടിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ സഹോദരനോട് പറഞ്ഞത് 1 മണിക്കൂറത്തെ ക്ലാസ് കൊടുത്ത് വിടാമെന്ന രീതിയിലാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ 3 ദിവസത്തിന് ശേഷം പുറത്തു വരുന്ന വാർത്ത ഈ പെൺകുട്ടി അതിക്രൂരമായി മരണപ്പെട്ടു എന്ന വാർത്തയാണ്. അതിൽ ദൃക്സാക്ഷികളൊക്കെ പറയുന്നത് ഇവളെ വളരെ മൃഗീയമായി ഇവളെ മർദ്ദിച്ചു, എന്നിട്ട് ഇവളുടെ സ്കളൊക്കെ ഫ്രാക്ചറായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ദൃക്സാക്ഷികൾ ഇതിനെപ്പറ്റി പറഞ്ഞത്. അപ്പൊ ഇതിനുശേഷം ഇറാനിലെ തന്നെയല്ല, ഇറാനിലെയും ലോകം മുഴുവനിലും ഉള്ള പലരും ചേർന്ന് വുമൻ ലൈഫ് ഫ്രീഡം എന്നൊരു മൂവ്മെന്റ് ഒക്കെ ഇറാനിൽ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതുപോലെ ഇറാൻ ഭയപ്പെടുന്നത് ഇസ്രായേലിനേക്കാളും ഒക്കെ ഉപരി ഇറാൻ ഭയപ്പെടുന്നത് ഇറാൻ ജനതയെ തന്നെയാണ്. അപ്പൊ ഇറാൻ ജനത ഒരു സ്വരം ഉയർത്തിയാൽ, അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ ഒരു സ്വരം ഉയർത്തിയാൽ, അത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്, അവരുടെ അധികാരത്തെ ബാധിക്കുന്ന വിഷയം. അപ്പൊ അത് കാരണം തന്നെ എന്തെങ്കിലും ഒരു എതിർ ശബ്ദം ഉയർന്നാൽ അവരെ അടിച്ചമർത്തുക, അവരെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് ഇറാനിലുള്ളത്. അതിന്റെ പ്രകടമായ ഉദാഹരണമാണ് ഈ വർഷം തന്നെ, ഈ ഒരൊറ്റ വർഷത്തിൽ തന്നെ 400ഓളം എക്സിക്യൂഷൻസ് ഇറാനിൽ നടന്നത്. വളരെ നിയമലംഘനമായ, അല്ലെങ്കിൽ നിയമ സപ്പോർട്ടില്ലാതെ, വേണ്ട വിധം വിചാരണ ഇല്ലാതെ 400-ലേറെ പേർ ഈ വർഷം തന്നെ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് വളരെ മനുഷ്യാവകാശ ലംഘനത്തിന്റെ കടുത്ത ഒരു പ്രതിഫലനമാണ് അതിലൂടെ വ്യക്തമാകുന്നത്. അത് റോസ് പറഞ്ഞത് കറക്റ്റാണ്. കാരണം പലപ്പോഴും ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. തങ്ങളുടെ ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. തങ്ങളുടെ ഈ പോരാട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇറാനെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന തീവ്ര മത ഭരണകൂടത്തിന് എതിരായിട്ടാണെന്ന് കൃത്യമായിട്ടും പറയാറുണ്ട്. അപ്പോൾ ഈ റോസ് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അവിടെ ഈ മത തീവ്ര ഭരണകൂടം ഒരു ബാസിജ് എന്ന് പറഞ്ഞ ഒരു പാരാമിലിറ്ററി, ഒരു വോളണ്ടറി ഓർഗനൈസേഷനെ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഒരു സ്ട്രക്ചർ എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അവരുടെ ഡ്യൂട്ടി, അതായത് ഈ 1979 അന്നത്തെ ആദ്യത്തെ ഇവരുടെ സുപ്രീം ലീഡർ ഈ ഖൊമേനി ഫോം ചെയ്ത ഒരു ഗ്രൂപ്പാണ് ഇറാൻ ഇറാഖ് വാറിൽ ഒരു വോളണ്ടറി ആയിട്ടുള്ള ഒരു മിലിറ്ററി സേവനം എന്ന രീതിയിലാണ് ആ ഓർഗനൈസേഷനെ ഫോം ചെയ്തത്. ഇപ്പോൾ അത് ഈ പറയുന്ന റെവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ 5 വിങ്ങിൽ ഒന്നാണ് ഈ പറയുന്ന ബാസിജ് എന്ന് പറയുന്ന ഈ പാരാമിലിറ്ററി വോളണ്ടറി ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എന്ന് പറയുന്നത് റോസ് നേരത്തെ സൂചിപ്പിച്ച ഈ അടിച്ചമർത്തലുകൾ, അത് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്ന കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവർ അനുശാസിക്കുന്ന തീവ്ര മത നിയമം അനുസരിക്കാത്തവരെ അടിച്ചമർത്തുന്ന കാര്യത്തിലായിക്കോട്ടെ, ഒപ്പം ഈ പറയുന്നത് പോലെ ജേർണലിസ്റ്റുകളെ, ബ്ലോഗേഴ്സിനെ, ഈ സാഹിത്യകാരന്മാരെ, അവരെ അടിച്ചമർത്തുന്ന കാര്യത്തിലായിക്കോട്ടെ, അത് ഗ്രൗണ്ടിൽ ഈ വർക്കൊക്കെ നിർവഹിക്കുന്ന ഇത് പറയുന്ന ഈ ബാസിജ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ യൂത്ത് ആയിട്ടുള്ളവരാണ് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. അതായത് 18 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ളവരാണ് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. ഇവർ പ്രധാനമായിട്ടും വരുന്നത് ഹൈലി ഓർത്തഡോക്സ് ആയിട്ടുള്ള, ഹൈലി ട്രഡീഷണൽ ആയിട്ടുള്ള, ഹൈലി ഒരു എക്സ്ട്രീം റിലീജിയസ് ഐഡിയാസ്, അത്തരം ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇതിലേക്കുള്ള മെമ്പർഷിപ്പ് ഒക്കെ നടത്തുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, ഇതിന് പല സബ് വിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ പ്രൈമറി സ്കൂൾ തലം മുതൽ ഇതിന്റെ ഒരു വിങ് ആരംഭിക്കും. അതായത് സ്കൂളുകളിൽ ഈ മത തീവ്ര ഭരണകൂടം അനുശാസിക്കുന്ന രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത്? യൂണിവേഴ്സിറ്റികളിൽ ഇതിന്റെ സബ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ഇത്തരത്തിലാണോ കാര്യങ്ങൾ പോകുന്നത്? പബ്ലിക് സർവീസിൽ ഇത്തരത്തിലുള്ള സബ് ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഗവൺമെന്റിന്റെ ഒരു ഗ്രൗണ്ടിൽ ഗവൺമെന്റിന് വേണ്ടി ഒരു ചാരപ്രവർത്തി, അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ ആരൊക്കെയാണോ ശബ്ദിക്കുന്നത് അവരെ അടിച്ചമർത്തുക, അവരെ ഒറ്റിക്കൊടുക്കുക, അവരെ കിരാതമായിട്ടുള്ള പീഡനങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊരു ഡ്യൂട്ടിയാണ് ഈ ബാസിജ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നടത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും പല ഘട്ടത്തിലും ഈ പറയുന്ന
ഗാസയിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്ന് പല മുഖ്യധാരാ മാധ്യമങ്ങൾ ആരോപിക്കുമ്പോഴും ഈ ഇറാനിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കൊടിയ മതപീഡനങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങളെ പറ്റി പലപ്പോഴും മാധ്യമങ്ങൾ നിശബ്ദത പാലിക്കുന്നതാണ് മറ്റൊരു വാസ്തവം. മാത്രമല്ല ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ വലിയ രീതിയിൽ ഈ പറയുന്ന അയത്തുള്ള ഖമേനി വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നവർക്കെതിരെ ഈ വ്യാജ മതനിന്ദ ആരോപണങ്ങൾ പോലും ഉന്നയിച്ചുകൊണ്ട് ചാട്ടവാറടി അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൊടിയ പീഡന മുറകൾക്കൊക്കെ വിധേയരാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും റോബിനും റോസും പറഞ്ഞതുപോലെ ഇറാൻ രക്ഷപ്പെടണമെങ്കിൽ അവിടെ നിലവിലുള്ള ഈ പറയുന്ന മത തീവ്ര ആശയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആ ഒരു ഭരണകൂടം അവിടെ നിന്ന് മാറിയെങ്കിൽ മാത്രമാണ് ഇറാൻ രക്ഷപ്പെടത്തുള്ളൂ. ആ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സാധിക്കത്തുള്ളൂ. അതിന് തീർച്ചയായിട്ടും ഒരു സത്വരമായിട്ടുള്ള ഒരു നടപടികളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇറാൻ തുടർച്ചയായിട്ട്, ഇപ്പോൾ റോസ് പറഞ്ഞു, തുടർച്ചയായിട്ട് വലിയ തിരിച്ചടികളാണ് ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രോക്സി ഗ്രൂപ്പുകൾ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ള ആയിക്കോട്ടെ, ഹമാസ് ആയിക്കോട്ടെ, നാമാവശേഷമായി കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ വന്നിട്ട് അവരുടെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത പുറത്തുവിട്ടതാണ്, ഇറാന്റെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിനെ കയറി അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഇറാന്റെ ബദ്ധശത്രുവായിട്ടുള്ള ട്രംപ് അവിടെ അമേരിക്കയിൽ അധികാരത്തിൽ വരുന്നു. അപ്പോൾ തുടർച്ചയായിട്ടുള്ള തിരിച്ചടികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വലിയൊരു പാഠം നൽകുന്നുണ്ട്. അതായത് എല്ലാ കാലത്തും ഈ തീവ്ര മത ചിന്തയിൽ അടിസ്ഥാനപ്പെടുത്തി തീവ്രവാദികളെ പാലൂട്ടി വളർത്തി എക്കാലത്തും അങ്ങനെ സ്വസ്ഥമായിട്ട് ആർക്കും ഒരു രാജ്യത്തിനും ഒരു ഭരണകൂടത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണം തന്നെയാണ് ഇറാൻ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ ഇറാനിൽ നടക്കുന്ന കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ കുറെയെങ്കിലും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് ഈ പറയുന്ന ഹിജാബ് വിരുദ്ധ ഒരു പ്രക്ഷോഭം തന്നെയാണ്. ഈ ഹിജാബ് നിയമങ്ങളുടെ ഒരു കാര്യം പറയുമ്പോൾ അതിൽ ക്രൂരമായ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിനെതിരെ ആരെങ്കിലും ഒന്ന് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സ്വരമുയർത്തിയ ഈ സ്ത്രീകൾ, ഈ ഹിജാബിനെ എതിർക്കുന്ന സ്ത്രീകൾക്ക് കൽപ്പിക്കപ്പെടുന്ന ഒരു കൊടിയ ശിക്ഷയുണ്ട്, ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ശിക്ഷ. അത് ഫോഴ്സ്ഡ് ന്യൂഡിറ്റി. ഇവരുടെ മുന്നിൽ ന്യൂഡായിട്ട് നിൽക്കുക, അതാണ് അവർക്ക് നൽകുന്ന ശിക്ഷ. അപ്പൊ ഹിജാബ് നിർബന്ധിക്കുന്നവര് ഫോഴ്സ്ഡ് ന്യൂഡിറ്റി ഒരു ശിക്ഷയായിട്ട് നൽകുന്നതിലെ വൈരുദ്ധ്യം തന്നെ എന്തിനാണ് അങ്ങനെ ഒരു അവരാ ഹിജാബ് ധരിക്കുന്നതിനോട് നേരെ ഘടകവിരുദ്ധമാണ് ഈ ഫോഴ്സ്ഡ് ന്യൂഡിറ്റി. രണ്ടും തമ്മിൽ ഒരു ചേർച്ചയില്ല. അപ്പൊ അതിൽ തന്നെയുണ്ട് ഈ തീവ്രത, ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു മുഖം അതിൽ തന്നെ വ്യക്തമാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു നിർത്താവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പറയുന്ന ഇസ്ലാമിക് റവല്യൂഷൻ അവിടെ നടന്നില്ലായിരുന്നുവെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം എന്നൊരു സ്റ്റാറ്റസ് ഇറാന് ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ച് റോസ് പറഞ്ഞതുപോലെ വളരാനുള്ള എല്ലാ നല്ല സാഹചര്യങ്ങളും ഉണ്ട്. ഓയിൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ എണ്ണയുടെ നല്ലൊരു മികച്ചൊരു ശേഖരമുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് പരമായിട്ട് വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള നിരവധി ആളുകൾ അല്ലെങ്കിൽ അത്തരം കഴിവുള്ള ഒരു നിരവധി പേരുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു ലോകത്തിന്റെ ഒരു ഉന്നതിയിലേക്ക് എത്താനുള്ള ഒരു കേപ്പബിലിറ്റി, ഒരു കപ്പാസിറ്റി ഇറാൻ ഉണ്ടായിരുന്നു. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു രാജ്യം. പക്ഷേ അതിനെയെല്ലാം തച്ചുടച്ചത് ഈ പറയുന്ന തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് അവിടെ ഭരിച്ച ഈ പറയുന്ന ആയത്തുള്ള ഖമേനി പോലുള്ള ഭരണാധികാരികൾ തന്നെയാണ്. അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് എത്താൻ സാധിക്കുന്നത്. ലോകത്തിന് തന്നെ വലിയൊരു പാഠം തന്നെയാണ്. ഈ തീവ്ര മത ആശയങ്ങൾ പേറിക്കൊണ്ട് അല്ലെങ്കിൽ തീവ്ര മത ആശയങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള പുരോഗതിയിലേക്ക് ഒരു രാജ്യത്തെയും ഒരു പ്രദേശത്തെയും ഒരു മേഖലയും ഒരു ഭരണാധികാരിക്കും കൊണ്ടുവരാൻ സാധിക്കില്ല എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ഇറാന്. ഒപ്പം തന്നെ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ, അങ്ങനെ മറ്റ് അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ പ്രീണനത്തിന്റെ ഒക്കെ പേരിൽ ഇസ്ലാമിക തീവ്രവാദത്തെ പാലൂട്ടി വളർത്തുന്നവർക്കും നേരിടാൻ പോകുന്ന അതേ അവസ്ഥ തന്നെയാണ് ഈ പറയുന്ന ഇറാനും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രാറ്റജിക്കലി ഇറാൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് വെച്ചാൽ 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉള്ള മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അതും ഓയിൽ സമ്പന്നമായ ഒരു രാജ്യം. അതുപോലെ തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ റഷ്യ അറേബ്യൻ കടലിലേക്ക് റഷ്യ ഇറാൻ വഴിയാണ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഓർക്കണം. അതുപോലെ തന്നെ യൂറോപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ചൈന ശ്രമിക്കുന്നത് ഇറാൻ വഴിയാണ്. അങ്ങനെ ഇതുപോലെ സ്ട്രാറ്റജിക് ആയിട്ട്, അതുപോലെ തന്നെ ഇന്ത്യ, റഷ്യ കൂടി അതുപോലെ തന്നെ
യൂറോപ്പിലേക്ക് ഒരു പാത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇറാൻ വഴിയാണ്. അങ്ങനെ ഇതുപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രാജ്യം, അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ പേർഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് എത്രത്തോളം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പേർഷ്യൻ സംസ്കാരം, ഇതെല്ലാം കൈമുതലായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഇസ്ലാമിക് റവല്യൂഷനിലൂടെ ഇവർ അധികാരം പിടിച്ചെടുത്തതോടുകൂടിയാണ് ഇറാൻ ഇതുപോലെ ഒന്നുമില്ലാതായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നാണ്. ഇത്രയും സംസ്കാര സമ്പന്നമായ ഒരു രാജ്യം അമേരിക്കയുടെ നിരന്തരമായിട്ടുള്ള സാങ്ഷനുകളോട് വഴിയാണ് ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. സാങ്ഷന്റെ കാരണം ഇതുപോലെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള, നമുക്കറിയാം ഈ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവങ്ങളുടെ എല്ലാം ആകെത്തുക എടുത്തു വെക്കുമ്പോൾ അത് ഇറാനാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകാം എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്രത്തോളം സാങ്ഷൻ ഇറാന്റെ മുകളിൽ ചുമത്തുന്നത് വളരെ വ്യക്തമാണ്. ഇതുപോലുള്ള ഒരു റെജീം ലോകത്തിന് കൊടുക്കുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള ഒരു കാൽവയ്പാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ആ മേഖലയെ മൊത്തം അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ ചൈനയ്ക്കും റഷ്യക്കും അതുപോലെ കൊറിയയ്ക്കും ഒരു ഹാൻഡ് ഈ മിഡിൽ ഈസ്റ്റിലേക്കും യൂറോപ്പിലേക്കും കൊടുക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇതിന്റെ ഏറ്റവും വലിയ വസ്തുത. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റെജീം അവിടുന്ന് മാറുക എന്നുള്ളത് ലോക സമാധാനത്തിന് ഒരു അത്യന്താപേക്ഷിതമാണ്. ഏറ്റവും ലാസ്റ്റ് ഒരു ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ ഹമാസിനെ പാലൂട്ടി വളർത്തിയത് ഇറാനാണ്. ഇറാൻ തുടർച്ചയായിട്ടുള്ള തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഹമാസിനെ ഈ ദോഹയിൽ നിന്നും ഖത്തർ ചവിട്ടി പുറത്താക്കുന്ന ഏറ്റവും ഒടുവിൽ അവർ അഭയം തേടി തുർക്കിയിൽ എത്തി എന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ഇനി ഈ പറയുന്ന പോലെ ഇറാനിലെ ഈ റോബിൻ സൂചിപ്പിച്ച പോലെ ഈ റെജീം അവിടെ നിന്ന് മാറുന്നു, സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണം അവിടെ വന്നു കഴിഞ്ഞാൽ തുർക്കി മറ്റൊരു ഇറാനായി മാറുമോ എന്നൊരു ചോദ്യമാണ് ലോകത്തിന് മുന്നിലുള്ളത്. അത് നമുക്ക് വേറൊരു നിലപാടിൽ ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു അല്ലെ. സൗമ്യതയുടെ മതേതരത്വത്തിന്റെ എത്ര നല്ല മുഖംമൂടിയിട്ട് ഭരിച്ചാലും തീവ്ര മത ആശയങ്ങൾ, ഇസ്ലാമിക തീവ്രവാദം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ഭരണാധികാരിക്കും തൻ്റെ കീഴിലുള്ള രാജ്യത്തെ, തൻ്റെ കീഴിലുള്ള ജനങ്ങളെ ശാശ്വതമായിട്ടുള്ള ഒരു പുരോഗതിയിലേക്കോ ഒരു സമാധാനത്തിലേക്കോ ഒരു സുസ്ഥിരതയിലേക്കോ കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നതിൻ്റെ 100 ഉദാഹരണങ്ങളിൽ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് ഇറാൻ. മിഡിൽ ഈസ്റ്റിലെ ഓരോ സംഭവ വികാസങ്ങളും നാം സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ കളിക്കുന്നത് ഇറാനാണ് എന്ന വ്യക്തമായിട്ടുള്ള സൂചന നമുക്ക് ലഭിക്കും. പലപ്പോഴും ഈ ഹമാസിനെയും ഹിസ്ബുള്ളകളെയും അല്ലെങ്കിൽ ഹൂതികളെയും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പപ്പറ്റ് മാസ്റ്ററായിട്ടാണ് ഈ ഇറാൻ പ്രവർത്തിക്കുന്നത്. ഈ നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്തതുപോലെ ഇറാനിൽ ശാശ്വതമായിട്ടുള്ള സമാധാനം ഉണ്ടാകണമെങ്കിൽ, ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വികസനം ഉണ്ടാകണമെങ്കിൽ, മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്ക് അയവ് വരണമെങ്കിൽ ഇറാനിലെ തീവ്ര മത ആശയം പുലർത്തുന്ന ആ ഒരു റെജീം അവിടെ നിന്നും തുടച്ച് മാറ്റപ്പെട്ടെങ്കിൽ മാത്രമേ ശാശ്വതമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഈ രണ്ടാം വരവ്, അദ്ദേഹത്തിന്റെ ഈ ഒരു രണ്ടാം ഭരണ കാലയളവ് അതിലേക്കുള്ള ഒരു ചുവടുവെപ്പായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.